ഹലോ ഹലോ, പ്രശസ്ത മെന്റലിസ്റ്റ് മകരന്ത് ഭാസ്കർ. ആരാണ്? പ്രശസ്ത മെന്റലിസ്റ്റ് മകരന്ത് ഭാസ്കർ. അല്ല, എന്തിനു വിളിച്ചത്? അല്ല, ഒന്നുമില്ല, ക്യാരക്ടർ രജിസ്റ്റർ ആക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പൊ ഞാൻ ആരാണ്? മകരന്ത് ഭാസ്കർ, പ്രശസ്ത മെന്റലിസ്റ്റ്. താങ്ക് യു. ക്യാരക്ടർ രജിസ്റ്റർ ചെയ്യാൻ പെടുന്ന പാടേ. കേറി വരൂ. നിങ്ങൾ എന്തോന്ന് കാണിച്ചേ? ഞാനിപ്പോ ഒരാളെ വിളിച്ചു, എന്റെ പേര് രജിസ്റ്റർ ചെയ്തു, എന്റെ ക്യാരക്ടറും രജിസ്റ്റർ ചെയ്തു. അതല്ല, ഇന്നലെ ഓഡിറ്റോറിയം ഒന്ന് കാണിച്ചേ. അയ്യോ, എന്റെ പുതിയ മെന്റലിസ്റ്റ് ഷോ എന്തോന്ന്? 6th Sense 2K26. നല്ലതായിരുന്നല്ലേ? അതെ, നല്ല. ഇന്നലെ എന്റെ പെങ്ങളും അളിയനൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പെങ്ങൾ ഒളിയന്മാരും വന്നിരുന്നു. പക്ഷെ എന്റെ പെങ്ങളെടുത്ത് നിങ്ങളൊരു ഐറ്റം കാണിച്ചു. അതായത് എന്റെ പെങ്ങളെടുത്ത് പറഞ്ഞു അളിയനെ മോഹൻലാലായിട്ട് കാണിച്ചു തരാം. ആ കുട്ടി ഒരു ആഗ്രഹം പറഞ്ഞു, ലാലേട്ടനെ കാണണമെന്ന്. ഞാൻ കാണിച്ചു കൊടുത്തല്ലോ. നിങ്ങൾ കാണിച്ചു കൊടുത്തതിന് ശേഷം എന്റെ പെങ്ങൾ ഇപ്പോഴ് മോഹൻലാലായിട്ട് കാണാൻ എന്റെ അളിയനെ. ഓ, അതെങ്ങനെ ശരിയാവും? അതായത് അളിയനെ ഇപ്പം തലമുടി ചെയ്യിക്കുന്നു, മീശ പിടിക്കുന്നു, കണ്ണാടി വെക്കുന്നു. അതാണ് അവസ്ഥ. എന്റെ പെങ്ങൾക്ക് എന്തോ പറ്റി അറിയാമോ? 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അത് മാറി. 5 മിനിറ്റ് മാറിയില്ലെന്ന്. രാത്രി 12 മണിക്ക് ഞാൻ നോക്കിയപ്പോ അളി ഇരിക്കുന്ന ഹരിമുരൽ രൂപം പാടിക്കുന്നു. മുറ്റത്ത് 6ാം നമ്പറിൽ മോഹൻലാലെന്ന് പറഞ്ഞു. പെങ്ങള് പാടിക്കുന്നു. പെങ്ങള് പാടിക്കാണ്. മാത്രമല്ല മൃഗശാല അടച്ചോണ്ട് ഭാഗ്യമായി. ഇല്ല, സിംഹത്തിന്റെ മടയെ കൊണ്ട് കയറ്റിയാണ് പെങ്ങള്. പിന്നെ ഇതെല്ലാം പോട്ട് നേരം വെളുത്തപ്പോ ചണച്ചാക്ക് കൊടുത്തോണ്ട് കളി നിൽക്കുന്നു. ചണച്ചാക്കെന്തിന്? ഗുരു സിനിമയിലെ മോഹൻലാലാണെന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെയാണ് കാണുന്നതെന്ന്. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പെങ്ങളെ കൊണ്ടുവരും, ഒരു 5 മിനിറ്റ് സമയം തരും, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ എന്റെ അളിയനെ ബൈക്ക് കെട്ടി കൊണ്ട് വന്നിട്ടുണ്ട്. പെങ്ങള് പുറകെ പറഞ്ഞിട്ടുണ്ട്. വിളിക്കട്ടെ? വിളിച്ചോ, ധൈര്യമായിട്ട് വിളിച്ചോ. അതേതോ ഒരു സ്വിച്ച് മാറിപ്പോയതാ ഇങ്ങനെ അടിച്ചപ്പോ. അല്ല, ഇങ്ങനെ അടിച്ചപ്പോ ഒരു സ്വിച്ച് മാറിപ്പോയതാ. ഇപ്പൊ ഞാൻ വിളിക്കാം. അളിയോ, ലാലേട്ടാ, അളിയനെ വിളിച്ചപ്പോഴേ പെങ്ങാണ് വിളി കേട്ടത്. ആര് വന്നാലും കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ് ആ സ്വിച്ച് ഞാൻ ഇങ്ങനെ ആക്കി ശരിയാക്കി തരാം. വരാം. എന്റെ ലാലേട്ടൻ എവിടെ? ലാലേട്ടന്റെ വീട്ടിൽ കാണും. അതല്ല, നിന്റെ ബൈക്കിന്റെ പുറകിൽ എന്റെ ലാലേട്ടൻ വന്നു, നീ കൊണ്ടുവന്നു. അത് ലാലേട്ടല്ല, നിന്റെ ഭർത്താവ് ബാലേട്ടൻ. അത് ബാലേട്ടൻ, എന്റെ ഭർത്താവ്. അതല്ല, നിന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുന്ന് വന്ന എന്റെ ലാലേട്ടൻ മോഹൻലാൽ. അല്ല, അത് പങ്ങാളേട്ടൻ. പങ്ങാളികൾ പറഞ്ഞു. ഒന്നുമില്ല, കുട്ടിക്ക് പോരാ. സാർ, ഇന്നലെ സാറാണ്. ഓ, മരവന്ത് ഭാസ്കർ. സാറാണ് ഇന്നലെ എന്റെ ലാലേട്ടനെ കാണിച്ചത്. ഒന്നുമില്ല കുട്ടി, ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഒന്നുമില്ല, വരൂ, ഞാൻ പറയട്ടെ. കുട്ടിക്ക് ഇപ്പൊ ലാലേട്ടനെ കാണണം, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെ ശ്രദ്ധിക്കൂ. 3, 4. ആ സ്വിച്ചിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് വീഴും. ഞാനൊരു കാര്യം ചെയ്യട്ടെ, പെങ്ങൾ എണീക്കുമ്പോ അളിയൻ എന്തായിട്ട് കാണും? അളിയൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി ഈ കുട്ടി ഉറക്കമുണരുമ്പോൾ അവരുടെ ഭർത്താവിന്റെ പേരെന്താണ്? ബാലേട്ടനായിട്ട് കാണും. ഒരിക്കലും ലാലേട്ടനായിട്ട് കാണില്ല. ഇല്ല, കാണില്ല. വിളിക്കട്ടെ? ഞാൻ ഉറപ്പ്. വിളിക്കും. അളിയോ. പടിയത്തിലെ മോഹൻലാല്. അല്ല, പെണ്ണുമ്പിള്ളാണ് വിഷയമാണ്, അതുകൊണ്ടാണ്. ഇത് മോഹൻലാൽ ഫാൻസ് അറിഞ്ഞോണ്ടല്ല, എന്റെ പെങ്ങള് വിധവയാവും. അറിയാമോ? എന്തോന്നല്ലേ കാണിക്കണത്? അവളറിഞ്ഞ വിഷയമാണ്, അതുകൊണ്ടാണ്. അവൾ അറിയൂല, അവള് മയങ്ങി. എനിക്ക് മനസ്സിലായി. ഇവന്റെ ഷോ കാണാൻ പോയപ്പോ എനിക്ക് മനസ്സിലായി എന്റെ ഭാര്യ ഇവൻ മയക്കുന്നു. അങ്ങനെ ചേട്ടൻ ഒന്നുകൊണ്ട് നീ ഒറ്റ ഒരുത്താണ് കാരണം. പഞ്ചായത്ത് ഇലക്ഷന് ഒറ്റ വോട്ട് ജയിച്ച ആളാണ് ഞാൻ. ഈ കോലത്തിൽ പുറത്തിറങ്ങിയ പ്രതിപക്ഷം എന്ത് വിചാരിക്കും? പഞ്ചായത്തിൽ പന്നി ഇറങ്ങി ഞാൻ എങ്ങനെ ജനങ്ങളെ രക്ഷപ്പെടുത്തും? എന്നെ എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടുത്തണം. ചേട്ടാ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ മയക്കി ഇരുത്തിയൊക്കെയാണ്. ഉണരുമ്പോൾ ഒരിക്കലും ചേട്ടനെ ലാലേട്ടനായിട്ട് കാണില്ല, ചേട്ടനെ ബാലേട്ടനായിട്ട് കാണും. കുട്ടി ഉണരുകയാണ്. 3, 4. സാർ, എന്റെ ലാലേട്ടൻ. ഞാൻ പറഞ്ഞില്ലേ, തെറ്റാവും. ഏട്ടാ, എന്റെ ലാലേട്ടാ. ഞാൻ ചവിട്ടി തിരുമാ. ശ്രദ്ധിക്കൂ ലാലേട്ടൻ. പിന്നെ ശ്രദ്ധിക്കൂ ലാലേട്ടനെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചവിട്ടി തിരുവണം. നമുക്ക് എന്ത് വേണം? എണ്ണ വേണം. ഇരിക്കൂ, നമുക്ക് എണ്ണ കൊണ്ടുവരാം. 3, 4.
എന്തെങ്കിലും ശരിയാക്കി താളി ഇത് നടപടിയുള്ള കേസല്ല. മനസ്സിലായ? എന്ത് ചെയ്യുമെന്ന് പറ. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മനസ്സിലങ്ങ് ഉറച്ചുപോയി. അതാണ്. അതുകൊണ്ട് ഇനി ഒരു ഈ ലാലേട്ടനെ കൊണ്ടുവന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഞാൻ ലാലേട്ട ഈ കേസിന് വരാൻ വേണ്ടിയിരിക്കല്ലേ ഈ വീട്ടില്. ഞാൻ ഒന്ന് ശ്രമിച്ചാലാ? എന്തിന്? ഈ സൈഡ് നോക്കിയാൽ ലാലേട്ടന്റെ ഫീറില്ലേ? ആ സൈഡിൽ മാറിയില്ല, ഇങ്ങോട്ട് വാ. എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അതേ ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾ ആലോചിച്ചിട്ട് പറ. എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടല്ലോ ആലോചിച്ചിട്ട്. ഒറിജിനൽ ലാലേട്ടൻ വന്നാൽ പോലും ശരിയാവും തോന്നല്ല. എങ്ങനെ? ഒറിജിനൽ ലാലേട്ടൻ വന്നാൽ പോലും ഇവള് ശരിയാവും തോന്നല്ല. ഇപ്പൊ എന്താ പറഞ്ഞേ? ഒറിജിനൽ ലാലേട്ടൻ വന്നാൽ പോലും ഇവള് ശരിയാവും തോന്നല്ല. ക്ലിക്കായോ സാധനം? അങ്ങനെ സംഭവം ക്ലിക്കായി. എനിക്കൊരു ഐഡിയ ഒന്നും. എന്നൊന്നും ഒറിജിനൽ വരണ്ട, നമുക്കൊരു ഡ്യൂപ്പിനെ ഇറക്കിയാലോ? എന്ത് ചെയ്യേ? ഡ്യൂപ്പ് വന്ന് നിന്നിട്ട് ഞാനാണ് മോഹൻലാൽ എന്ന് പറയുമ്പോൾ കുട്ടി ഈ ബാലേട്ടനെ കാണുമ്പോൾ മോഹൻലാൽ ആണെന്ന് തോന്നില്ല. ആ, അത് കൊള്ളാം. അത് നല്ല ഐഡിയ ആണ്. അത് കൊള്ളാം. ഓ, പിന്നെ എവിടെ പോകുന്നുള്ളതെന്ന് ഞാനൊന്ന് ശ്രമിച്ചാലോ? ഞാൻ പറഞ്ഞില്ല ഇയാൾ ആഘോഷിക്കുക. എന്ത് ചെയ്യും എന്റെ ഒരു വിധിയെ?